പുഴുവിന്റെ സംവിധായിക, ഭ്രമയുഗത്തിന്റെ സിനിമാറ്റോഗ്രാഫർ, ഇലവീഴ പൂഞ്ചെറിയുടെ രചയിതാവ്, ജേക്സ് ബിജോയുടെ സംഗീതം. നവ്യ നായരും സൗബിൻ ഷായറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന റത്തീന സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പാതിരാത്രിയിൽ പ്രതീക്ഷ വെക്കാൻ ഇങ്ങനെ ഒന്നിലധികം കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മേൽപ്പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ആരും തന്നെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെച്ചില്ല എന്നാണ് തോന്നിയത്. ഒരു ത്രില്ലർ എന്ന രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നതെങ്കിലും കഥയിലെ ബീറ്റുകൾ ഇതിനു മുന്നേ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ളതാണ്. കഥയിൽ നടക്കുന്ന പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ കാണുമ്പോൾ പ്രേക്ഷകന് യാതൊരു വിധത്തിലുള്ള എക്സൈറ്റ്മെന്റ് തോന്നുകയില്ല എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന പ്രശ്നം. അവസാന നിമിഷം ഒരു ട്വിസ്റ്റൊക്കെ ഇട്ട് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും സിനിമ കൈവിട്ടു പോയിരുന്നു. SI ജാൻസിയും കോൺസ്റ്റബിൾ ഹരീഷുമാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. രണ്ടുപേരും അവരവരുടെ വ്യക്തി ജീവിതത്തിൽ സ്വല്പം വിഷമമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനിടെ രാത്രി പട്രോളിങ്ങിന് ഇറങ്ങിയ രണ്ടുപേരും ഒരു കാഴ്ച കാണാനിടയായി. അതിന്റെ പുറകെ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ഹരീഷ് ജാൻസിയോട് പറയുന്നു. ആ ഒരു തീരുമാനം ഇവർ രണ്ടുപേരെയും ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയിൽ കൊലപാതകം ആര് ചെയ്തു എന്ന തരത്തിലുള്ള അന്വേഷണത്തിന്റെ ട്രാക്കിൽ നിന്നും കാര്യമായൊരു ഇമ്പാക്റ്റ് ഇല്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, മരണത്തെക്കുറിച്ചും അത് ചെയ്യാൻ സാധ്യതയുള്ള സസ്പെക്റ്റുകളെക്കുറിച്ചും തുടക്ക ഭാഗങ്ങളിൽ തന്നെ സിനിമ ഒരു ധാരണ തരുന്നുണ്ട്. കേട്ടുപഴകിയ തരത്തിലുള്ള ബാക്ക് സ്റ്റോറികൾ ആയതുകൊണ്ട് അവിടെയും ഒരു എക്സൈറ്റ്മെന്റ് സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു റത്തീനയും ഇതിന്റെ രചയിതാവായിട്ടുള്ള ഷാജി മാറാടും പ്രധാന കഥാപാത്രങ്ങളോട് പ്രേക്ഷകർക്ക് സഹാനുഭൂതി തോന്നാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാൽ എഴുത്തിന്റെ കുഴപ്പങ്ങൾ കാരണം ഇങ്ങനെ സിനിമയിലേക്ക് ആഡ് ചെയ്യുന്ന പലതും അനാവശ്യമായി കൂട്ടിച്ചേർത്തതുപോലത്തെ ഒരു ഫീലാണ് തരുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശരിക്കും എന്താണ് നടക്കുന്നത് എന്ന് പ്രേക്ഷകനൊന്ന് പ്രോസസ്സ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഒന്നിനു പുറകെ ഒന്നായി പാട്ടുകളെല്ലാം കാണിച്ച് കഥാപാത്രങ്ങളോട് എമ്പതൈസ് ചെയ്യാൻ സിനിമ നമ്മളെ നിർബന്ധിക്കുകയാണ്. സൗബിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം നവ്യ നായരോട് ഒരു ഘട്ടത്തിൽ ഓവറാക്കിയാൽ എല്ലാം പാളും എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഇതിൽ ജാൻസിയുടെ ടെൻഷൻ അടി കണ്ടു കഴിഞ്ഞാൽ ആർക്കും കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റും. കുറ്റബോധവും കൺസേണും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ജാൻസി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിരക്കഥ ഇങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിലും നവ്യയ്ക്ക് അത് സട്ടിലായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. സ്വല്പം അരഗൻ്റായിട്ടുള്ള ഡിവോഴ്സിലൂടെ കടന്നു പോകുന്ന ഹരീഷ് എന്ന പോലീസുകാരനെ സൗബിൻ തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ പോലെ പോയ സണ്ണി വെയിനിന്റെ പെർഫോമൻസ് ആദ്യ ഭാഗങ്ങളിലൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവസാനത്തെ സീനിൽ അലറുമ്പോൾ സംഗതി പാളിപ്പോകുന്നുണ്ട്. ആൻ അഗസ്റ്റിനും ആത്മീയ രാജനും കഥയിൽ പ്രാധാന്യമുള്ള എന്നാൽ പെർഫോം ചെയ്യാൻ കുറച്ച് മാത്രമുള്ള റോളുകൾ ലഭിച്ചിട്ടുണ്ട്. സ്റ്റീരിയോ ടൈപ്പ് കാസ്റ്റിംഗ് കാരണം പ്രെഡിക്റ്റബിൾ ആകണ്ട എന്ന് വിചാരിച്ചിട്ടാവണം കന്നഡ നടൻ അച്യുത് കുമാറിനെ ഒരു പ്രധാന റോളിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ മുതലായ സീനിയർ ആക്ടർമാരടക്കം ഏറെക്കുറെ എല്ലാവരും പല സീനുകളിലും ഡയലോഗ് ഡെലിവറിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്കൊരു വിരൽ പോലും അനക്കാൻ പറ്റിയില്ല എന്ന് ഇന്ദ്രൻസ് പറയുന്നതാവട്ടെ, തന്റെ പ്രണയത്തെക്കുറിച്ച് സണ്ണി വെയിൻ അലറുന്നതാകട്ടെ, സിനിമയുടെ തുടക്കത്തിൽ വിവാഹബന്ധത്തിന്റെ ശരിയായ അർത്ഥങ്ങളെക്കുറിച്ച് ശബരീഷ് വർമ്മ ഓരോന്ന് പറയുന്നതാവട്ടെ, കുറെ സ്ഥലങ്ങളിൽ റത്തീന എഴുതി വെച്ച ഡയലോഗുകളെ ഒരിത്തിരി പോലും മാറ്റാൻ അനുവദിക്കാതെ ആളുകളെ കൊണ്ട് പെർഫോം ചെയ്യിച്ചതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രങ്ങളുടെ ഇമോഷണൽ ട്രാക്കാണ് സത്യം പറഞ്ഞാൽ സിനിമയുടെ ഒരു സോൾ, അല്ലാതെ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ആയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ എല്ലാ നടന്മാരെയും കൊണ്ട് റേഡിയോ നാടകം പോലെ ലൈനുകൾ പറയിപ്പിക്കാൻ നോക്കുമ്പോൾ സീനുകളിൽ നിന്ന് അതിൻ്റെ ഒരു ഫീല് വലിച്ചെടുത്ത് കളയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. ജാൻസി തുടക്കത്തിൽ കള്ളനെ പിടിക്കുന്ന സീനും കുടുംബകോടതിയിൽ ഹരീഷ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ളത് ആ സീനുകൾ വെട്ടിക്കളഞ്ഞാലും സിനിമയുടെ പോക്കിനെ അത് ബാധിക്കില്ല എന്ന രീതിയിലാണ്. വളരെ ഗ്രിറ്റിയായ ഒരു ത്രില്ലറാക്കാൻ ഷനാദ് ജലാൽ സിനിമാറ്റോഗ്രാഫിയിലൂടെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ജേക്സ് ബിജോയ് ഒരുക്കിയിട്ടുള്ള പശ്ചാത്തല സംഗീതം ഒരു 10-15 കൊല്ലം മുന്നേ ഇറങ്ങിയ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള ജനറിക് സ്വഭാവമുള്ള ഒന്നായിട്ടാണ് തോന്നിയത്. ജീവിതത്തിൽ അർഹിക്കാത്ത വിഷമങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സിനിമയിലെ കഥാപാത്രങ്ങളോട് പ്രേക്ഷകന് ഒരു എംപതി ഫീൽ ചെയ്യുക എന്നതാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ. എന്നാൽ അതിലേക്ക് അതിനാടകീയതയില്ലാതെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ എത്തണം എന്നതിൽ അവർക്കൊരു ധാരണയില്ല. ഡയലോഗുകളിലൂടെ ഇൻഫർമേഷൻ ഓവർ ഷെയർ ചെയ്യുന്ന കഥാപാത്ര നിർമ്മിതിയിൽ ഒരു ഉദ്വേഗം സൃഷ്ടിക്കാൻ കഴിയാത്ത ഇതിൻ്റെ തിരക്കഥ കാരണം കഥയുടെ ഇമോഷണൽ കോർ പ്രേക്ഷകരിലേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്